ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വിഷമമായ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അറിയാലോ, നമ്മളെ ഇപ്രാവശ്യം നമ്മളെ ഒരുപാട് കോഴിക്കൾ എനിക്ക് പൊരുത്തായി നമ്മൾ കുറേയൊക്കെ അട വെച്ച് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച കോഴിയാട്ടോ. ഇന്ന് ഒരു വിഷമമായ ഒരു കാര്യം ഉണ്ടായി. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കോഴിനൊക്കെ അട വെച്ചിട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുമെങ്കിലും ഞാൻ പറഞ്ഞു, കൂടിൻ്റെ മോൾ ഭാഗത്താണ് ഇവർ മുട്ടയിടുന്നുണ്ട്, അവിടെ തന്നെയാട്ടോ അടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് വിരിഞ്ഞിറങ്ങിയ കോഴികൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു 3-4 കോഴിനെ ഞാൻ അട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കോഴിക്ക് ഒരു 11-12 മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം പോയി നോക്കുമ്പോൾ ഒറ്റ മുട്ട പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കോഴി തന്നെ കൊത്തി കുടിക്കൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആ കോഴിനെ ഒഴിവാക്കി വിട്ട് പൊരുത്തൊക്കെ മാറ്റി വേറെ കോഴികളുടെ ഒപ്പം ഇട്ടിട്ട് അങ്ങനെ പൊരുത്ത് മാറ്റിയിട്ടു. പക്ഷേ നമ്മളെ കോഴിയുടെ മുട്ട കാണാതാവുകയാണ് ചെയ്തത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ നമ്മളെ കൂടിൻ്റെ മുകളിൽ നിന്ന് കോഴിമുട്ട നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ ഇവിടെ കോഴികൾ മുട്ട കൊത്തി കുടിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കേതാണ് നമ്മൾ ഈ ഒരു വെള്ളക്കോഴിൻ്റെ മുട്ടയിൽ നിന്ന് കാണാതായിട്ട് ഞാനിപ്പോൾ അവളെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വെറുതെ അവിടെ വന്ന് ഇങ്ങനെ കിടക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴി ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയാട്ടോ സംഭവം. അപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു 4-5 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് നോക്കി വന്നപ്പോഴേക്കും നമ്മളെ കോഴികളൊക്കെ നന്നായിട്ട് പേടിച്ച് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മളെ അടവെച്ച കോഴികളൊക്കെ. അപ്പോൾ കണ്ണിൻ്റെ അവിടെയും പൂവിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പോൾ അടുത്തുനിന്ന് എടുക്കുമ്പോഴാട്ടോ അറിയാതായിപ്പോന്ന്. അപ്പോൾ നല്ലതുപോലെ കോഴികൾ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടയിൽ കിടക്കുന്ന ഒരു കോഴി ഇതേപോലെ ഇങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് പേടിച്ചിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, ഇനി കാക്കയാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അപ്പോൾ നമ്മളിത് ഈ ഒരു കോഴിക്കും നന്നായിട്ട് തന്നെ പൂവിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ എന്താണെന്ന് അറിയുന്നില്ല, കാക്കയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളെ കോഴി പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്നേ ഇല്ല, നമ്മുടെ മുട്ട എടുക്കാനാണ്. അപ്പം മിക്കവാറും കാക്കയാണെന്ന് വിചാരിക്കുന്നത്. കൂടിൻ്റെ മോൾ ഭാഗത്ത് അതിനെക്കൊണ്ട് കാക്ക വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കോഴിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് അവിടെ വെച്ച കോഴിമുട്ട ഒരുപാട് നമുക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴികൾ ഇവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ അകത്ത് നമുക്ക് വലിയ കോഴികളെ വെക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൂടിൻ്റെ മോൾ ഭാഗത്തായിട്ട് തന്നെ വെച്ചത്. കൂടുകളാണെങ്കിൽ കുറവായതുകൊണ്ട് നമ്മൾ കൂടിൻ്റെ മോൾ ഭാഗത്ത് വെച്ച് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഒരുപാട് ഞാനിവിടെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി 12 കോഴിമുട്ട എഴുതി വെച്ചതുമാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ കോഴിമുട്ട വെക്കുന്നതിൻ്റെ അടിയിൽ ഇങ്ങനെ എണ്ണ എഴുതി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ എഴുതി വെക്കുന്നത് വെച്ചാൽ വേറെ കോഴികളൊക്കെ വന്ന് പിന്നെ മുട്ട ഇടും. പിന്നെ അതുമല്ല, പിന്നെ അതിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഒരു 3 ദിവസം കൊണ്ടൊക്കെ കുഞ്ഞെന്തായാലും ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കോഴിമുട്ടയിൽ മാർക്കൊക്കെ ചെയ്ത് വെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് മുട്ട നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു, ഇതേപോലെ കാണാതെ ആയിട്ട്. അപ്പോൾ എല്ലാത്തിനും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ കോഴികളൊക്കെ എടുത്തിട്ട് ഈ 2 കോഴികളെയും കൂടി ഞാൻ ഈ ഒരു പെട്ടിയിലാക്കിയിട്ട് അകത്തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴിനൊക്കെ അട വെക്കുമ്പോൾ പുറത്തേക്ക് വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പുറത്ത് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടം ഉണ്ടാവും. എന്താ വെച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ആയി വന്ന കോഴിമുട്ടയൊക്കെ എടുത്തുണ്ടാവും, ഭയങ്കര ഒരു വിഷമമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെ കോഴികളൊക്കെ ഇതാക്കുന്ന നല്ല സേഫായിട്ട് നമ്മൾ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ അകത്ത് തന്നെയാണ് വെക്കൽ. അകത്ത് വെച്ചാൽ അവർ കിടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ ശ്രമിക്കൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ നമ്മളിതൊരു അറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ കോഴിനെയൊക്കെ എടുത്തിട്ട് ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് വരാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 എണ്ണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വിരിഞ്ഞത്. പക്ഷേ നമ്മളെ കയ്യിലിപ്പം 3 എണ്ണേ ഉള്ളൂ കേട്ടോ. ബാക്കി കുറച്ച് കോഴിമുട്ടയും കൂടി വിരിയാനുണ്ട്. അപ്പോൾ പുറത്തൊക്കെ വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, എന്താ വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് കൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറ്റില്ല. അപ്പോൾ കുറേയൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.